ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പൗത്ത മാങ്ങ, എന്താണ് എണ്ണ മാങ്ങ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഉണക്കാനുമാണ്. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ഉണ്ട്, ചനിച്ച മാങ്ങയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം. കൈമ തട്ടായ ശേഷം ഇതൊക്കെ ഇനി ഒരു പാത്രത്തിൽ ഇത്ര മാങ്ങ ഞാൻ എടുക്കണുള്ളൂ. നിങ്ങൾക്ക് വേണ്ട അത്ര എടുക്കുക. അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് വേറെ പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ പ്ലേറ്റിക്ക് ഈ മാങ്ങ ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ഒന്ന് കുറച്ച് തൈര് ഇടുക. അത് ഞാൻ മുളക് ഇട്ടിട്ടാണ് കേട്ടോ തൈര് ഒഴിക്കുന്നത്. മുളക് മാങ്ങ ഇല്ല, മുളക് നടു മുറിച്ചിട്ട് 3 നടു മുറിച്ചിട്ടിട്ട് എന്നിട്ട് തൈര് ഒഴിക്കേണ്ട. ഞാൻ മറന്നു പോയതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം കേട്ടോ. ഇത് നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചാൽ ഉണങ്ങിക്കോളും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉണങ്ങും കേട്ടോ. ഇതാണ് മാങ്ങ കൊണ്ടാട്ടം.
പരത്തി വെച്ചിട്ട് വെയിലത്ത് നല്ല വെയിലത്ത് കൊണ്ടുവച്ച് വേഗം 3 ദിവസം